ഹലോ എവരിവൺ. ഇത് കുറച്ച് പഴയ വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ, ഒരു മാസം മുന്നേ മിനിമം പോയതാണ് കേട്ടോ. ഇവിടെ വാദി നാമർ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. റിയാദിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അന്ന് പോയപ്പോൾ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. എനിക്ക് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടിയത് ഇപ്പോഴാണ് കേട്ടോ. അതാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് വാദി നമ്മാർ എന്നാണ്. എൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് ഗൂഗിൾ ചെയ്ത് നോക്കി ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷനൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. സോ ഈ ലൊക്കേഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഡാമുണ്ട്, ലേക്കുണ്ട്, കനാലുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന ആ ഒരു വാട്ടർ ബോഡി ഇതിലേതിൽ ഉൾപ്പെടും എന്നെനിക്കറിയില്ല. എന്തായാലും ഇവിടെ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. ഈവനിങ് ടൈമിൽ ഇവിടെ വന്ന് നിന്ന് ചിറ്റ് ചാറ്റ് ചെയ്യാനും ഫ്രണ്ട്സുമായിട്ട് ചിറ്റ് ചാറ്റ് ചെയ്യാനും ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു ബെസ്റ്റ് ഒക്കേഷനാണ്, അല്ലെങ്കിൽ ബെസ്റ്റ് പ്ലേസാണ്, സ്പോട്ടെന്നോ എന്ത് വേണമെങ്കിലും പറയാം. ബാർബിക്യൂ ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. ഇവിടെ കുറേ പേര് വന്നിട്ട് ബാർബിക്യൂ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ വന്ന് ബാർബിക്യൂ ചെയ്യാനും പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ടാണിത്. ഞങ്ങൾ ചെന്നപ്പോൾ ഈവനിങ് 5:30 ആയതേ ഉള്ളൂ. അപ്പോഴേക്ക് ഇത്രയും ഇരുണ്ട് തുടങ്ങിയായിരുന്നു. എനിവേ ഈ ടൈമിൽ പോയെങ്കിലും ഇരുണ്ട് വന്നപ്പോൾ അവിടെ ലൈറ്റ്സൊക്കെ ഇട്ടപ്പോൾ തന്നെ അവിടെ വേറൊരു ലുക്ക് തന്നെയായി. ലൈറ്റ്സൊക്കെ ഈ വാട്ടർ ബോഡിയിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ട് വേറൊരു പ്രത്യേക തരം ലുക്കും ആംബിയൻസും ആണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ എനിക്കിവിടുത്തെ നൈറ്റ് വ്യൂ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് രാജസ്ഥാൻ ഡേയ്സ് ആണ് കേട്ടോ. ഞാൻ കോളേജിൽ നിന്ന് ടൂറിന് പോയായിരുന്നു രാജസ്ഥാനിൽ. അപ്പോൾ അവിടെ നൈറ്റ് ആകുമ്പം അവിടെ ഫോർട്ടൊക്കെ അല്ലേ കൂടുതൽ. അപ്പോൾ അവിടെ നൈറ്റ് ലൈറ്റ് ഇടുമ്പം ഫോർട്ടിൻ്റെ ആ ഒരു വ്യൂ ഇങ്ങനെയാണ്. പക്ഷേ ഇത് ഫോർട്ടല്ല, മലയാണ്. പക്ഷെ എന്നാലും എനിക്ക് രാജസ്ഥാനാണ് ഓർമ്മ വന്നത്. അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് നേരം കപ്പലണ്ടിയും സ്നാക്സൊക്കെ കൊണ്ടുപോയായിരുന്നു കേട്ടോ. അവിടെ വാങ്ങിക്കാൻ കിട്ടും, പക്ഷേ ഞങ്ങൾ കൊണ്ടുപോയി. അവിടെ പോയിരുന്ന സ്നാക്സും കപ്പലണ്ടി പോലുള്ള സ്നാക്സൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞിരുന്നു. ഒരു പ്രത്യേക ഫീൽ തന്നെയായിരുന്നു. നമുക്ക് ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി ആണ്. നമ്മുടെ മൈൻഡൊക്കെ റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലേസാണ്. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് വർണ്ണിക്കേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. കുറച്ചേറെ തന്നെ അവിടെ നടന്ന് കാണാറുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ ഒന്ന് നടക്കാമെന്ന് കരുതി. നമുക്കിങ്ങനെ റൗണ്ട് അടിക്കാൻ പറ്റും. മിക്ക സ്ഥലത്തും ഇതേപോലെ ഫാമിലീസ് വന്ന് ബാർബിക്യൂ ചെയ്യുന്നുണ്ട്. ചിലർ ടേബിളൊക്കെ കൊണ്ടുവന്ന് ക്യാൻഡിലൊക്കെ വെച്ചിട്ട് ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. കൂടുതലും സീറ്റിംഗ് സ്പേസസ് ആണ് കേട്ടോ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ സ്ഥലത്തിനെ പറ്റി എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ബാക്കി നിങ്ങൾ വീഡിയോ കണ്ടോളൂ കേട്ടോ.